നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ശരൺ കുമാർ ലിംബാലയുടെ എബൌട്ട് ദലിത് ലിറ്ററേച്ചർ എന്ന എസ്സേ ആണ്. നമുക്കാദ്യം എഴുത്തുകാരനൊന്ന് പരിചയപ്പെടാം. ശരൺ കുമാർ ലിംബാലെ ഈസ് എ മഹാരാഷ്ട്ര ബോൺ ഇന്ത്യൻ ദലിത് റൈറ്റർ. ശരൺ കുമാർ ലിംബാലെ ഒരു മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരു ഇന്ത്യൻ ദലിത് എഴുത്തുകാരനാണ്. He has successfully brought out fiction, poetry and criticism. അദ്ദേഹം പ്രശസ്തനായത് തൻ്റെ ഫിക്ഷനും അതുപോലെ കവിതയും ക്രിറ്റിസിസും എഴുതിയിട്ടാണ്. Most of his works deal with the issues of casteism and problems of Dalit. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കൃതികളിലും കാണാൻ കഴിയുന്നത് ജാതീയതയും അതുപോലെ തന്നെ ദളിതരുടെ പ്രശ്നങ്ങളുമാണ്. അക്കർമഷി or the outcast is his autobiography. അക്കർമഷി എന്ന അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. In the essay about Dalit literature, Sharan Kumar Limbale redefines the purpose and aesthetics of Dalit literature. ഈ ഒരു ഉപന്യാസത്തിൽ ശരൺ കുമാർ ലിംബാലെ റീഡിഫൈൻ ചെയ്യുന്നത്, പുനർവ്യാഖ്യാനിക്കുന്നത് ദ പർപ്പസ് ആൻഡ് എസ്തെറ്റിക്സ് ഓഫ് ദലിത് ലിറ്ററേച്ചർ ആണ്. ദളിത് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, മാത്രമല്ല അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സൗന്ദര്യശാസ്ത്രം എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഈ ഒരു എസ്സേയിലുടനീളം ശരൺ കുമാർ ലിംബാലെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഏതായാലും നേരിട്ട് ടെക്സ്റ്റിലേക്ക് കടക്കാം. By Dalit literature, I mean writing about Dalits by Dalit writers with a Dalit consciousness. ഇവിടെ തുടക്കത്തിൽ എഴുത്തുകാരൻ പറയുന്നത് എന്താണ് ദളിത് സാഹിത്യം എന്നാണ് പറയുന്നത്. നോക്കാം. ഐ മീൻ റൈറ്റിംഗ് അബൌട്ട് ദളിറ്റ്സ് ബൈ ദളിത് റൈറ്റേഴ്സ് വിത്ത് എ ദളിത് കോൺഷ്യസ്നസ്. അതായത് ദളിത് കോൺഷ്യസ്നസ് ഉള്ള, ദളിത് ബോധമുള്ള ഒരു ദളിത് എഴുത്തുകാരൻ ദളിതരെ പറ്റി എഴുതുന്ന ആ ഒരു സാഹിത്യത്തിനെയാണ് ദളിത് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. The form of Dalit literature is inherent in its Dalitness. ദളിത് ലിറ്ററേച്ചറിന്റെ ഫോം എന്ന് പറയുന്നത്, അതിന്റെ രൂപം എന്ന് പറയുന്നത് അതിനകത്ത് ഇൻഹറന്റ് ആയിട്ട് അന്തർലീനമായിട്ട് കിടക്കുന്ന എന്താണ്, ദളിത്നെസ് ആണ്. ദളിതത്വം എന്ന് പറയുന്നത് അതൊരു ദളിത് ലിറ്ററേച്ചറിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പറയുന്നത്. ആൻഡ് ഇറ്റ്സ് പർപ്പസ് ഈസ് ഒബ്വിയസ്. അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ടു ഇൻഫോം ദളിത് സൊസൈറ്റി ഓഫ് ഇറ്റ്സ് സ്ലേവറി. അതായത് ദളിത് സൊസൈറ്റിയെ അറിയിക്കുകയാണ് എന്ത്, ഓഫ് ഇറ്റ്സ് സ്ലേവറി. ദളിതന്മാർ അടിമകളാണ്, അവരെ മറ്റുള്ള സവർണരായുള്ള ആളുകൾ അവരെ പണിയെടുപ്പിക്കുന്നുള്ള ആ ഒരു അടിമത്തം അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ആൻഡ് നരേറ്റ് ഇറ്റ്സ് പെയിൻ ആൻഡ് സഫറിങ് ടു അപ്പർ കാസ്റ്റ് ഹിന്ദുസ്. മാത്രമല്ല സവർണറായിട്ടുള്ള ഹിന്ദുസിനെ അവരെന്ത് ചെയ്യാണ്, കാര്യങ്ങൾ നരേറ്റ് ചെയ്ത് കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. ഇറ്റ്സ് പെയിൻ, ദളിതന്മാർ അനുഭവിക്കുന്ന വേദനകൾ, ഇറ്റ്സ് സഫറിങ്സ്, അവരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് അപ്പർ കാസ്റ്റിൽപ്പെട്ട ഹിന്ദുക്കളെ അറിയിക്കുക കൂടി ചെയ്യുന്നതാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദളിത് ലിറ്ററേച്ചറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ടു ഇൻഫോം ദളിത് സൊസൈറ്റി ഓഫ് ഇറ്റ്സ് സ്ലേവറി ആൻഡ് നരേറ്റ് ഇറ്റ്സ് പെയിൻ ആൻഡ് സഫറിങ്സ് ടു അപ്പർ കാസ്റ്റ് ഹിന്ദുസ്. ദളിതന്മാരോട് അവരുടെ സ്ലേവറിയെ പറ്റി അറിയിക്കുകയും കൂടാതെ സവർണറായ ഹിന്ദുക്കളോട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും വേദനകളും അറിയിക്കുക എന്നുള്ളതാണ് ഓരോ ദളിത് സാഹിത്യത്തിന്റെയും ലക്ഷ്യം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഈസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് to expect pleasure or beauty instead of inspiration for social transformation from a literature that has been written primarily to raise awareness? അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ദളിത് സാഹിത്യത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അതൊരു ഇൻസ്പിറേഷനാണ്, അതൊരു പ്രചോദനമാണ്. ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, സാമൂഹികമായിട്ടുള്ള പരിവർത്തനത്തിന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ള ഒരു സാഹിത്യമാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പ്രൈമർലി ടു റൈസ് അവയർനെസ് ആണ്, മറ്റുള്ള ജനങ്ങളിൽ ബോധ്യം കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദളിതന്മാരെ പറ്റിയിട്ട് അവർക്കിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിക്കകത്ത് നമുക്ക് പ്ലഷറോ ബ്യൂട്ടിയോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, അത് അപ്രോപ്രിയേറ്റ് ആണെന്നാണ് ചോദ്യം. കാരണം ഇവിടെ പ്ലഷർ, സന്തോഷം കണ്ടെത്താനുള്ള കാര്യമോ അല്ലെങ്കിൽ സൗന്ദര്യം കണ്ടെത്താനുള്ള കാര്യം ഒന്നുമല്ല ഇതിനകത്ത് സംവദിക്കുന്നത്. ഇതിനകത്ത് സംവദിക്കുന്നത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, സാമൂഹികമായുള്ള പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവയർനെസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ സൗന്ദര്യമോ കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദളിത് റൈറ്റേഴ്സ് ബിലീവ് ദാറ്റ് their literature should be analyzed from a sociological perspective focused on social values than on beauty. അപ്പോൾ ദളിത് എഴുത്തുകാർ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ സാഹിത്യത്തിനകത്ത് ഷുഡ് ബി അനലൈസ്, തീർച്ചയായിട്ടും അവർ അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രം എ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നാണ്. ഒരു സാമൂഹ്യപരമായ രീതിയിൽ ഒരു വീക്ഷണകോണിൽ നിന്നിട്ടാണ് അവരുടെ ദളിത് ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോക്കി കാണേണ്ടത്.
ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ദാൻ എ ബ്യൂട്ടി. സൗന്ദര്യത്തെക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ വാല്യൂസിനാണ്. അപ്പൊ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദളിത് സാഹിത്യത്തിനകത്ത് നമുക്ക് സൗന്ദര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന സന്തോഷമോ കണ്ടെത്താൻ കഴിയില്ല എന്നാ പറയുന്നു. An exclusively aesthetic consideration of Dalit literature will disregard the Dalit writer's fundamental role and hence is not acceptable to Dalit writers. ഈ എസ്തെറ്റിക് കൺസിഡറേഷൻ ഒരിക്കലും ദളിത് ലിറ്ററേച്ചറെ നമ്മൾ പരിഗണിക്കാൻ പാടില്ല. സൗന്ദര്യാത്മകമായ രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ദളിത് ലിറ്ററേച്ചറിനെ പരിഗണിക്കാൻ പാടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ദളിത് റൈറ്റേഴ്സ് എഴുതുന്ന കാര്യങ്ങൾ അതിനകത്ത് സൗന്ദര്യമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദളിത് റൈറ്റേഴ്സ് അവരെ ഒരിക്കലും ഒരു എസ്തെറ്റിക് കൺസിഡറേഷനിൽ ദളിത് ലിറ്ററേച്ചറിനെ പരിഗണിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം അത് സ്ഥിരം ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാവരും ഒരുപോലെയാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം ദളിത് റൈറ്റിംഗ്സിന് അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിൻ്റെതായുള്ള ഒരു വീക്ഷണക്കോടുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് നിന്നുകൊണ്ടാണ് അതിനെ നമ്മൾ വിലയിരുത്താൻ എന്നാണ് പറയുന്നത്. Rejecting traditional aesthetics, they insist on the need for a new and distinct aesthetic for their literature. അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ആ ഒരു സൗന്ദര്യാത്മകമായ രീതിയിൽ അതിനെ റിജക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓൺ ദ നീഡ് ഫോർ എ ന്യൂ ആൻഡ് ഡിസ്റ്റിങ് എസ്തെറ്റിക് ഫോർ ദിയർ ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു ദളിത് സാഹിത്യത്തെ അളക്കേണ്ടത് ന്യൂ ആൻഡ് ഡിസ്റ്റിങ് എസ്തെറ്റിക് എന്നാണ്. പരമ്പരാഗത സൗന്ദര്യശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് തങ്ങളുടെ സാഹിത്യത്തിന്, തങ്ങളുടെ ഈ ഒരു ദളിത് ലിറ്ററേച്ചറിന് പുതിയ രീതിയിലുള്ള ഒരു സൗന്ദര്യശാസ്ത്രം ഉണ്ട്. അത്തരത്തിലായിരിക്കണം ഞങ്ങളുടെ കൃതികളെ മറ്റുള്ള ആളുകൾ വിലയിരുത്തേണ്ടതെന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, an aesthetic that is life affirming and realistic. ഞങ്ങളുടെ സൗന്ദര്യ ശാസ്ത്രം എന്ന് വെച്ചാൽ അതിനകത്ത് ജീവിതമുണ്ട്, റിയലിസ്റ്റിക് ആണ്, യാഥാർത്ഥ്യമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ രീതിയിലാണ് ഞങ്ങളെ കൃതികളെ നോക്കി കാണേണ്ടതെന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇനി വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, Dalit writers have demanded different yardsticks for the literary appraisal for their works. അതായത് ദളിത് എഴുത്തുകാർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഡിഫറെന്റ് യാർഡ് സ്റ്റിക്സ് വേണം, വേറെ രീതിയിലുള്ള അളവുകോല് വേണം ഫോർ ദ ലിറ്റററി അപ്രൈസൽ. എന്തിനാണ്? മൂല്യനിർണ്ണയം നടത്താൻ. അപ്രൈസൽ എന്ന് വെച്ചാൽ മൂല്യനിർണ്ണയം നടത്തുക അല്ലെ, ഓഫ് ദെയർ വർക്ക്സ്. ഞങ്ങളുടെ കൃതികൾ മൂല്യനിർണ്ണയം നടത്തേണ്ടത് പുതിയ രീതിയിലുള്ള അളവുകോല് വെച്ചാണ്. ഇറ്റ് ഈസ് ദ ഫേം കൺവിൻഷൻ ഓഫ് ദളിത് റൈറ്റേഴ്സ് ആൻഡ് ക്രിട്ടിക്സ് ദാറ്റ് ഇഫ് യാർഡ് സ്റ്റിക്സ് ചേഞ്ച് ദ concept of aesthetics will change too. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫോം കൺവെൻഷൻ, ഇതൊരു ബോധ്യമാണ് ഓഫ് ദളിത് റൈറ്റേഴ്സ്, ദളിത് എഴുത്തുകാരും അതുപോലെ വിമർശകരും അവരുടെ അളവുകോല് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ അളവുകോല് മാറ്റിക്കഴിഞ്ഞാൽ ദ കൺസെപ്റ്റ് ഓഫ് എസ്തെറ്റിക്സ് വിൽ ചേഞ്ച് ടു. അങ്ങനെയാണെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയുള്ള ആ സങ്കല്പം അടിമുടി മാറുന്ന പറയുന്നത്. സൗന്ദര്യശാസ്ത്രം എന്ന് പറയപ്പെടുന്നത് ദളിതരുടെ എഴുത്തും അതേപോലെ തന്നെ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള എഴുത്തിൽ നിന്നും വിഭിന്നമാണ്. ഓരോന്നിനും അതിൻ്റെതായുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ രീതിയിലാണ് അതിന് നോക്കിക്കാണാന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദളിത് സാഹിത്യത്തെ അളക്കേണ്ടത് പരമ്പരാഗത രീതിയിലുള്ള അളവുകോല് വെച്ചല്ല, പുതിയ ജീവിത യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു അളവുകോല് വെച്ചുകൊണ്ടായിരിക്കണം ദളിത് സാഹിത്യത്തെ അളക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. ജസ്റ്റ് ആസ് it is inappropriate to tell writers what and how they should write. അപ്പോൾ എഴുത്തുകാരോട് നമ്മൾ എന്ത് എഴുതണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് ചോദിക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, അത് അനുചിതമല്ല. അതുപോലെ തന്നെ സിമിലർലി it would be improper to dictate to critics the kind of criticism they should practice. ഏത് തരത്തിലുള്ള ക്രിറ്റിസമാണ് ഞങ്ങൾ നടത്തേണ്ടതെന്ന് നമ്മൾ ഒരിക്കലും ഒരു വിമർശകനോട് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ആൾസോ ബി റിമെമ്പേർഡ് ദാറ്റ് ദ സെയിം വർക്ക് ഓഫ് ആർട്ട് ക്യാൻ ബി അനലൈസ്ഡ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രീതിയിലുള്ള ആർട്ടും വ്യത്യസ്ത രീതിയിലായിരിക്കും അവിടെ അനലൈസ് ചെയ്യപ്പെടേണ്ടത്, വിലയിരുത്തപ്പെടേണ്ടത്. ദിസ് മീൻസ് ദാറ്റ് ജസ്റ്റ് ആസ് ദളിത് ലിറ്ററേച്ചർ വിൽ ബി അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ദ റോൾ ഓഫ് ദളിത് റൈറ്റേഴ്സ്. അതിനർത്ഥം ദളിത് സാഹിത്യം അനലൈസ് ചെയ്യപ്പെടേണ്ടത് ദളിത് എഴുത്തുകാരുടെ റോളിനനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ടു ക്രിറ്റിസം വിൽ ബി ഷേപ്ഡ് ബൈ ദ റോൾ ഓഫ് ദ ക്രിട്ടിക്. അതുകൊണ്ട് തന്നെ ഓരോ വിമർശകന്റെയും റോൾ അനുസരിച്ചായിരിക്കും അവിടെ ക്രിറ്റിസം ഷേപ്പ് ചെയ്യപ്പെടേണ്ടത്, മോൾഡ് ചെയ്യപ്പെടേണ്ടതെന്നാണ് പറയുന്നത്. Upper caste critics have declared loudly that Dalit literature does not need a separate aesthetic.
അപ്പോൾ സവർണറായിട്ടുള്ള നിരൂപകർ അല്ലെങ്കിൽ ഉന്നത ജാതിയിൽപ്പെട്ട നിരൂപകർ, വിമർശകർ, അവർ പ്രഖ്യാപിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് എന്താ വെച്ചാൽ, ദളിത് ലിറ്ററേച്ചർ ഡസ് നോട്ട് നീഡ് എ സെപ്പറേറ്റ് എസ്തെറ്റിക്. ദളിത് സാഹിത്യത്തിന് പ്രത്യേകിച്ച് വേറൊരു അളവുകോലിൻ്റെ ആവശ്യമില്ല, വേറൊരു സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, എല്ലാവരും ഒരേ വീക്ഷണകോണിൽ നോക്കിയാൽ മതി എന്നുള്ള ആ അപ്പർ കാസ്റ്റ് ക്രിട്ടിക്സ് അവരുടേതായിട്ടുള്ള ന്യായം അവിടെ പറയുകയാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ക്രിട്ടിക് ഓൺ ദ ബേസിസ് ഓഫ് എറ്റേണൽ വാല്യൂസ്. അവിടെ നിലവിലുള്ള മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ വെച്ച് മാത്രം എല്ലാ കൃതികളും ഒരുപോലെ വിലയിരുത്തിയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് അപ്പർ കാസ്റ്റ് ക്രിട്ടിക്സിനുള്ളത്. ബട്ട് നോ വൺ ഹാസ് എൻഗേജ്ഡ് ഇൻ എൻ എസ്തെറ്റിക് അനാലിസിസ് ഓഫ് ദളിത് ലിറ്ററേച്ചർ ആഫ്റ്റർ സീരിയസ് റിഫ്ലക്ഷൻ ഓൺ ദ എൻറ്റയറിറ്റി ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ, നോ വൺ ഹാസ് എൻഗേജ്ഡ് ഇൻ എൻ എസ്തെറ്റിക് അനാലിസിസ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. ഇവിടെ ഒരാളും ദളിത് ലിറ്ററേച്ചറിന് ഒരു എസ്തെറ്റിക് അനാലിസിസ് നടത്തുകയില്ല. എപ്പോ? ആഫ്റ്റർ എ സീരിയസ് റിഫ്ലക്ഷൻ ഓൺ ദ എൻറ്റയറിറ്റി ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ ദളിത് സാഹിത്യത്തെ വളരെ വ്യക്തമായ രീതിയിൽ വിശകലനം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി പോലും ആ ദളിത് സാഹിത്യത്തെ ഒരു സൗന്ദര്യാത്മക രീതിയിൽ ഒരിക്കലും വിലയിരുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനുള്ള ഒരു അവയർനെസ് ആണ്, ഒരു സാമൂഹ്യ പരിവർത്തനത്തിലുള്ള ഒരു ഉത്ബോധനം അതിനകത്തുണ്ട്. അത്തരത്തിൽ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ദളിത് സാഹിത്യത്തെ ഒരിക്കലും പരമ്പരാഗത രീതിയിലുള്ള ഒരു ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള എസ്തെറ്റിക് മോഡൽ ഒരിക്കലും അതിനെ വിലയിരുത്തരുതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ദളിത് സാഹിത്യത്തിനകത്ത് നമുക്ക് സൗന്ദര്യം കണ്ടെത്താനോ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താനോ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പർ കാസ്റ്റിൽപ്പെട്ട ക്രിട്ടിക്സുകൾ പറയുന്ന കാര്യം, ദളിത് സാഹിത്യത്തിനകത്ത് ഒരിക്കലും പ്ലഷറോ ബ്യൂട്ടിയോ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ദളിതരായിട്ടുള്ള എഴുത്തുകാർ പറയുന്നത്, ഞങ്ങളുടെ കൃതികൾ ട്രഡീഷണൽ വാല്യൂസ് വെച്ച് ഒരിക്കലും അളക്കരുത്, അതിന് വിഭിന്നമായുള്ള അളവുകോല് വേണം എന്നാണ് പറയുന്നത്. In fact, even Dalit literary critics who have discussed the need for a separate aesthetic for Dalit literature have not performed exemplary criticism based on a careful and detailed reading of Dalit literature. അപ്പോൾ ദളിത് സാഹിത്യത്തിന് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്, ഒരു സൗന്ദര്യശാസ്ത്രത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ക്രിട്ടിക്ക് പോലും ദളിത് സാഹിത്യത്തെ സൂക്ഷ്മമായിട്ടും വിശദമായ വായന അടിസ്ഥാനത്തിൽ ഒരു മാതൃകാപരമായിട്ടുള്ള, ഒരു എക്സംപ്ലറി ആയിട്ടുള്ള ഒരു വിമർശനവും നടത്തിയിട്ടില്ല എന്നാണ് സത്യം. അതിനർത്ഥം ദളിത് സാഹിത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വിമർശകൻ പോലും അതിന് സൗന്ദര്യശാസ്ത്രത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. If an aesthetic consideration of Dalit literature is to be undertaken, ഇനി നമ്മൾ ദളിത് സാഹിത്യത്തിന് ഒരു സൗന്ദര്യാത്മക പരിഗണന നടത്തണം എന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ബി നെസസറി ടു ഡു സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹിസ് യുണീക്നെസ്, ഇൻസ്പിറേഷൻ, ക്രിയേഷൻ, റോൾ ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ദളിത് സാഹിത്യത്തിന് ഒരു സൗന്ദര്യാത്മക പരിഗണന നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് യുണീക്നെസ് വേണം, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമുണ്ട്, അതിൻ്റെതായുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതിൻ്റെതായുള്ള റോൾ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഈ ദളിത് ലിറ്ററേച്ചറിന് പ്രത്യേകിച്ചും ഒരു എസ്തെറ്റിക് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ദിസ് അവയർനെസ് ഹാസ് എക്സിസ്റ്റഡ് ഫ്രം ദ ഏർലി ഡേയ്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ ദളിത് സാഹിത്യത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഈ ഒരു അവബോധം നിലനിന്നിട്ടുണ്ടായിരുന്നു. Instead of starting this discussion anew, we need to examine the perception and criticism of Dalit literature expressed until now. ഈ ഒരു ചർച്ച പുതുതായിട്ട് തുടങ്ങുന്നതിന് പകരമായിട്ട് ദളിത് സാഹിത്യത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ധാരണകളും വിമർശനങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? അതർവൈസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ് ഫോർവേഡ്. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ദളിത് സാഹിത്യത്തിന്റെ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്തരത്തിലുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്, അതിൻ്റെതായുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അതിൻ്റെതായുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതിൻ്റെതായുള്ള റോൾ ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ദളിത് സാഹിത്യത്തിന് ഒരു സൗന്ദര്യാത്മക പരിഗണന നടത്തണം എന്ന് പറയുന്നത്. Without such a comprehensive analysis encompassing the whole of Dalit literature, the criticism of Dalit literature and Dalit literature itself will not be able to move beyond the parameters within which they are circumscribed. അപ്പോൾ ദളിത് സാഹിത്യത്തെ പറ്റി നമ്മൾ വിമർശിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ദളിത് സാഹിത്യത്തെ മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള ഒരു വിശകലനം നടത്തണം എന്ന് പറയുന്നത്. അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
will not be able to move beyond the parameters within which they are circumscribed. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ്, ഈ പറയുന്ന ദളിത് സാഹിത്യത്തെ അളക്കുന്ന ആ അളവുകോൽ എന്ന് പറയുന്നത് ദേ ആർ സർക്കംസ്ക്രൈബ്ഡ്, അവർ ചുരുക്കും, അവർ ഓൾറെഡി ഒരു തീരുമാനത്തിലെത്തും, ഇത്രയാണ് ഇതിലൊക്കെ അളവുകോല്, ആ രീതിക്ക് അനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുക, ഈ ഒരു ദളിത് സാഹിത്യത്തെ അവർ അളക്കാൻ പോകുന്നത്. കാരണം ദളിത് സാഹിത്യം എന്താണ്, അതിന്റെ അന്തസത്ത എന്താണ്, അതിന് സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ള ആളുകൾ പറഞ്ഞു വെച്ച പാരാമീറ്റേഴ്സ് വെച്ച് ഒരിക്കലും ദളിത് സാഹിത്യത്തെ അളക്കരുതെന്നാണ് പറയുന്നത്. ഇൻ ക്യാരിങ് ഔട്ട് ദിസ് അനാലിസിസ് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് the aesthetic consideration of Dalit literature must be based on Ambedkar's thought, and that is literature's literary value is embedded in its social value. ഇനി നമ്മൾ ദളിത് സാഹിത്യത്തിന്റെ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഏസ്തെറ്റിക് കൺസിഡറേഷൻ പരിഗണിക്കുന്ന സമയത്ത്, അതിന്റെ സൗന്ദര്യാത്മക വശത്തേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അംബേദ്കറുടെ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ദളിത് ലിറ്ററേച്ചറിന്റെ സൗന്ദര്യാത്മക പരിഗണന നടത്തേണ്ടതെന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇവിടെ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിന് സാഹിത്യത്തിന്റെ ഒരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറയപ്പെടുന്നത് സോഷ്യൽ വാല്യൂ ആണ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വാല്യൂ അതിനകത്തുണ്ട്. ആ സാമൂഹികമായിട്ടുള്ള വാല്യൂ ഉള്ളിടത്തോളം കാലം ഈ ദളിത് സാഹിത്യത്തിന്റെ വീക്ഷണകോൺ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ സാഹിത്യത്തിൽ നിന്നും വിഭിന്നമാണെന്നാണ് പറയുന്നത്. അൺട്രൂത്ത്, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം ഇൻ ദ ലൈവ്സ് ഓഫ് ദളിത് ആൻഡ് ദ ആദിവാസി? ഇവിടെ ഒരു ചോദ്യമാണ്. അൺട്രൂത്ത് അല്ലെങ്കിൽ അസത്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം ഇൻ ദ ലൈവ്സ് ഓഫ് ദ ദളിത് ആൻഡ് ആദിവാസി? ഈ ദളിതന്റെയും ആദിവാസിയുടെയും ജീവിതത്തിൽ സത്യത്തിന് എന്താണ് സ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദാറ്റ് ട്രൂത്ത് അബൌട്ട് വിച്ച് സച്ച് പ്രൈഡ് ഈസ് എക്സ്പ്രസ്ഡ്? നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സത്യം ശരിയായ സത്യമാണോ? ആൻഡ് വിച്ച് ഈസ് കൺസിഡേർഡ് ട്രയംഫൈറ്റ് റിയലി ദ ട്രൂത്ത്? നമ്മൾ വിജയമായിട്ട് കണക്കാക്കുന്നത് ശരിക്കും സത്യം തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂത്ത് ദാറ്റ് ദ Brahman was born from Brahma's mouth and the Shudra from his feet? അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്, അതായത് യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ബ്രാഹ്മണനും കാലിൽ നിന്ന് ശൂദ്രനും ജനിച്ചു എന്ന് സത്യമാണെന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂത്ത് ദാറ്റ് വൺ ഈസ് ബോൺ എ ശൂദ്ര ബിക്കോസ് ഓഫ് സിൻസ് കമ്മിറ്റഡ് ഇൻ എ പ്രീവിയസ് ലൈഫ്? ഒരുവൻ ശൂദ്രനായിട്ട് ജനിക്കുന്നത് മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ആ സത്യം ശരിയായ സത്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സവർണരും അല്ലെങ്കിൽ അവർണരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് ജനിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ബ്രാഹ്മണന്മാരും കാലിൽ നിന്ന് ശൂദ്രന്മാരും താഴേക്കടലിൽ കിടക്കുന്ന ആളുകൾ ജനിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ശൂദ്രന്മാരായിട്ട് ജനിക്കുന്നത് അവര് മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണോ അത് അസത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. സിൻസ് ദർ ഇസ് നോ ട്രൂത്ത് ഇൻ എനി ഓഫ് ദിസ്, ഇതിനകത്തൊന്നും എന്തില്ല, സത്യമില്ല. സത്യം ഷുഡ് റിയലി ബി അസത്യം. സത്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അത് അസത്യം തന്നെയാണ്. അടുത്തായിട്ട് അൺഹോളിയെ പറ്റിയാ പറയുന്നത്, അവിശുദ്ധമായ കാര്യത്തെ പറ്റി പറയുന്നത്. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ഹാവ് ഡീംഡ് ദ ടച്ച്, ഷാഡോ ആൻഡ് സ്പീച്ച് ഓഫ് ദ ദളിത് പേഴ്സൺ ആസ് ഡിഫൈലിംഗ്. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ഹിന്ദു ഗ്രന്ഥങ്ങൾ, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിനകത്ത് ഹാവ് ഡീംഡ്, അവർ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദ ടച്ച്, ഷാഡോ ആൻഡ് സ്പീച്ച്, ആ ഒരു ദളിത് പേഴ്സൺ തൊടുക അല്ലെങ്കിൽ അയാളുടെ നിഴല് അല്ലെങ്കിൽ അയാളുടെ സംസാരമൊക്കെ അവിടെ മലീമസമാക്കുന്നുണ്ട്, മറ്റുള്ള ആളുകളെ മലിനമാക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതൊരു അവിശുദ്ധമായ കാര്യമില്ലേ എന്ന് പറയുന്നു. ഫുഡ്, വാട്ടർ ആൻഡ് പീപ്പിൾ ബിക്കം ഇംപ്യൂർ ഫ്രം ദ ടച്ച് ഓഫ് ദ അൺടച്ചബിൾ. അപ്പോൾ ഈ അൺടച്ചബിൾ ആയിട്ടുള്ള, തൊട്ടുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ദളിതന്മാര്, അവരൊരു വെള്ളം തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഭക്ഷണം തൊട്ട് കഴിഞ്ഞാലോ ജനങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ഇംപ്യൂർ ആയിട്ട് മാറും, അവരൊക്കെ അശുദ്ധരായിട്ട് മാറും, ശുദ്ധിയില്ലാത്ത ആൾക്കാരായി മാറും. ഇതൊക്കെ ഈ ജനങ്ങളുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ സത്യമാണ്. ആ സത്യം ശരിക്കും എന്താണ്, അതൊക്കെ അസത്യമാണ്. നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്, മനുഷ്യർ മാത്രമല്ല, ഈവൻ ഗോഡ് ബിക്കംസ് പൊല്യൂട്ടഡ്, ദൈവത്തെ പോലും അവരെന്ത് ചെയ്യാണ്, അശുദ്ധരാക്കുന്നതാണ് വിശ്വസിക്കുക. കാരണം ഈ താഴേക്കടലിൽ കിടക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ അടുത്ത് തൊട്ട് കഴിഞ്ഞാൽ ദൈവം അശുദ്ധിയായി. അതുകൊണ്ടുള്ള പണ്ട് കാലങ്ങളിൽ ഈ താഴേക്കടലിൽ കിടക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, വഴിയിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ, അല്ലെ, കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ അശുദ്ധമായൊരവസ്ഥ. അതൊക്കെ ഈ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സത്യമല്ല, അതൊക്കെ അസത്യമല്ല എന്നാണ് ചോദിക്കുന്നത്. സെപ്പറേറ്റ് സെറ്റിൽമെന്റ്, പ്രത്യേക
താമസ സ്ഥലങ്ങൾ, റിവർ ബാങ്ക്സ്, പുഴയുടെ തീരങ്ങൾ, ആൻഡ് ക്രിമേഷൻ ഗ്രൗണ്ട്സ്. ഈ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ സംസ്കരിക്കാനായിട്ട് പ്രത്യേകം ക്രിമേഷൻ ഗ്രൗണ്ട്സ്, ശ്മശാന ഭൂമികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ അടക്കം ചെയ്യേണ്ടത് അവിടെയാണ്, സവർണറായിട്ടുള്ള ആൾക്കാർ അപ്പുറത്താണെന്നുള്ള വേർതിരിവ് മരണത്തിലും നമുക്ക് കാണാൻ കഴിയും. ഹാവ് ബീൻ അറേഞ്ച്ഡ് ഫോർ അൺടച്ചബിൾസ്. ഈ അൺടച്ചബിൾസിനായിട്ട് പ്രത്യേകം ഈ ഒരു ശ്മശാന ഭൂമികളും റിവർ ബാങ്ക്സും അവർക്ക് പ്രത്യേകം സെറ്റിൽമെന്റുകളൊക്കെ ആക്കിയിട്ട് ഈ മനുഷ്യരെ വേർതിരിക്കുകയാണ്. ജന്മം മുതൽ അവർ ആ ഒരു വേർതിരിവ് അനുഭവിക്കുന്നുണ്ട്. ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ കാലിൽ നിന്നാണ് അവർ ഉണ്ടായിട്ടെന്നാണ് വിശ്വാസം. ആ ഒരു വിശ്വാസം ശരിയായ രീതിയിലാണോ, അത് സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹ്യൂമൻ, ദിസ് ഈസ് സത്യം. അതായത് മനുഷ്യർ എന്ന് വെച്ചാൽ അത് ആദ്യം അവസാനം മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ എന്ന് വെച്ചാൽ അത് ഒറ്റ ഒന്നേ ഉള്ളൂ, അതിനകത്ത് വേർതിരിവില്ല, തൊട്ടുകൂടായ്മയില്ല, എല്ലാവരും ഒന്നാണ്. ദിസ് ഈസ് സത്യം. അതാണ് യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത്. ദ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് ശിവം. അതായത് മനുഷ്യരുടെ വിമോചനം, അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ശിവം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത്. ദ ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് സുന്ദരം. മനുഷ്യരുടെ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് സുന്ദരം എന്ന് പറയുന്നത്. ഇത് മൂന്നാണ് ശരിക്കും സത്യമായിട്ടും ശിവമായിട്ടും സുന്ദരമായിട്ടും പരിഗണിക്കേണ്ടതെന്ന് പറയുന്നത്. സത്യം, ശിവം, സുന്ദരം ഈസ് എ ഫൂളിഷ് ഏസ്തെറ്റിക് കൺസെപ്റ്റ്. അപ്പോൾ പരമ്പരാഗത രീതിയിൽ ഇന്ത്യൻ മിത്തോളജി പ്രകാരം വിശ്വസിക്കുന്ന സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു സൗന്ദര്യ ചിന്താഗതിയാണെന്നാണ് പറയുന്നത്. ദർ ഈസ് നോ ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി ഇൻ ദ വേൾഡ് കമ്പാരബിൾ ടു ദാറ്റ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരിൽ കാണപ്പെടുന്നതിന് തുല്യമായ സത്യവും സൗന്ദര്യവും ലോകത്ത് തന്നെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. Therefore, it is essential to discuss the equality, liberty, justice and fraternity of human beings. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മനുഷ്യരുടെ തുല്യതയാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ നീതിയാണ്, അവരുടെ സാഹോദര്യമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ പറയാണ്, ദ ഡിസ്കഷൻ വിൽ ബി ദ ഡിസ്കഷൻ ഓഫ് ദ എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. എൻ്റെ അഭിപ്രായത്തിൽ ദളിത് സാഹിത്യത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ച എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചർച്ചയായിരിക്കണം. അതല്ലാതെ പരമ്പരാഗത രീതിയിലുള്ള ആ സത്യം, ശിവം, സുന്ദരം എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കിട്ടുക, മനുഷ്യത്വം കൈവരുക തുടങ്ങിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വ രീതിയിലുള്ള കാഴ്ചപ്പാട്. ഇത്തരം കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ദളിത് സാഹിത്യത്തിനകത്ത് നിങ്ങൾക്ക് സൗന്ദര്യം കണ്ടെത്താൻ കഴിയുന്ന പറയുന്നത്.